ആ കാർ വേഗത്തിൽ മുന്നോട്ടു പോയി. എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള തിടുക്കമായിരുന്നു അവൻ്റെ പ്രവൃത്തികളിൽ. അവളാകട്ടെ ആകെ അങ്കലാപ്പോടെ ഇരിക്കുകയാണ്. ആദ്യമായാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. പരിചയപ്പെട്ടിട്ട് മാസങ്ങളായി. ഇതുവരെയും തെറ്റായൊരു പ്രവൃത്തിയും ഉണ്ടാക്കാത്ത ഒരാളോട് ഇത്രയെങ്കിലും വിശ്വാസം കാണിക്കേണ്ടേ എന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത്. ഇനിയും പഴയ മനോഭാവം കാണിക്കുകയാണെങ്കിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് അവൻ തെറ്റിദ്ധരിച്ചാലോ? എത്താറായില്ലേ? അന്ന് ഞാൻ വന്നത് ഈ വഴിയിലൂടെ അല്ലല്ലോ. അധികം സമയം ഇരുന്നിട്ടും എത്തുന്നില്ല എന്ന് കണ്ടതും അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. തനിക്ക് തീരെ പരിചയമില്ലാത്ത വഴിയിലൂടെയാണ് കാർ മുന്നോട്ടു പോകുന്നത്. അതവളിൽ നേരിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. എത്താറായി. ഇനി അതിൻ്റെ പേരിൽ നീ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയൊന്നും ചെയ്യണ്ട. നീ വന്നത് എൻ്റെ തറവാട്ടിലേക്കല്ലേ? അത് കുടുംബ വീടാണ്. ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയും. അവൻ തീർത്തും തമാശയായി പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അന്ന് ശ്രീമംഗലത്തേക്ക് ചെല്ലുമ്പോഴും ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ജോലിക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കത് വിശ്വസിക്കാൻ മടിയൊന്നും തോന്നിയില്ല. നേരിയ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമെന്ന വണ്ണം അവൾ കൈവിരലുകൾ പരസ്പരം കെട്ടുപിണച്ചുകൊണ്ടേയിരുന്നു. ദാ അവൻ്റെ കാർ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ എത്തിയതും അവൾ മെല്ലെ പുറത്തേക്ക് നോക്കി. അവൻ തന്നെയാണ് ഇറങ്ങി ഗേറ്റ് തുറന്നതും ശേഷം കാർ അകത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തിയതും. അമ്മ എവിടെ? അവൾ ഒരു സംശയത്തോടെ ചോദിച്ചു. അവിടെ കണ്ടിട്ട് സ്ഥിരമായി ജനവാസമുള്ള ഒരിടമായി തോന്നിയിരുന്നില്ല. ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക രീതിയിലായിരുന്നു പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മാ! അവൻ നീട്ടി വിളിച്ചതും വില കൂടിയ സാരി ധരിച്ച ഒരു സ്ത്രീ പുഞ്ചിരിയോടെ ഇറങ്ങി വന്നു. സാരിയുടെ പൊലിമ അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. രൂപഭാവങ്ങൾ കൊണ്ട് അവർക്ക് പ്രജിലുമായി യാതൊരു മുഖച്ഛായയും ഉണ്ടായിരുന്നതുമില്ല. ദാ ഇതാണ് അമ്മ. ഇനി അകത്തേക്ക് കയറാമല്ലോ. അവൻ്റെ വാക്കുകൾക്കൊപ്പം പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ സ്ത്രീയെ കൂടി കണ്ടപ്പോൾ അവൾ മെല്ലെ മുൻപോട്ട് നടന്നു. വലത് കാൽ ചവിട്ടി അകത്തേക്ക് കയറുമ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മോളെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല മോനെ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയപ്പോൾ അവൾ ചുറ്റും നോക്കി. വലിയ വീടാണ് എങ്കിലും എന്തോ ഒരു പ്രത്യേകത. ഒരു ഫാമിലി ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളോ ഒന്നും കാണാനില്ല. ഇവിടെയുള്ളവരൊക്കെ എവിടെ? അവൾ ചോദിച്ചതും അവൻ അവൾക്ക് അരികിലേക്ക് നീങ്ങിയിരുന്നു. അവനിൽ നിന്നുണ്ടായ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. അമ്മ അകത്ത് നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഇന്ന് ഒരു റിലേറ്റീവിൻ്റെ മാരേജ് ഉണ്ട്. അമ്മ അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നതാണ്. നീ വരുന്നതുകൊണ്ട്. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ 2 ഗ്ലാസ്സിൽ ജ്യൂസുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. കുടിക്കുമോളെ, അവർ സ്നേഹത്തോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് കയ്യിലേക്ക് എടുത്ത് അതൊന്ന് ചുണ്ടോട് ചേർത്തു. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതിനാൽ തന്നെ അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. അവിടെയാ ബാത്റൂം, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ട് അവർ അവളെയും കൂട്ടി ഒരു മുറിക്കുള്ളിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അവളെ അകത്താക്കി അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നത് കയ്യിൽ കുറച്ച് കാശുമായി നിൽക്കുന്ന പ്രജിലിനെയാണ്. നിങ്ങളുടെ മോൾ എവിടെ പോയി? സാരിക്കിടയിലൂടെ കാണുന്ന അവരുടെ വയറിൽ ഒന്ന് തഴുകിക്കൊണ്ടാണ് അവൻ അത് ചോദിച്ചത്. പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് നാണം നിറഞ്ഞു. അവൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവൻ നീട്ടി ആ കാശ് വാങ്ങി തൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ടാണ് അവർ അത് പറഞ്ഞത്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. അവൻ തിടുക്കം കാട്ടിയപ്പോൾ അവർ വേഗത്തിൽ തിരിച്ചു നടന്നു. ബാത്റൂമിൽ നിന്ന് തിരികെ ഇറങ്ങുമ്പോൾ മുറിക്കുള്ളിൽ നിൽക്കുന്ന പ്രജിലിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. ഡോറ് പൂട്ടിയിരിക്കുകയാണ് എന്നുകൂടി കണ്ടതും അവളിലൊരു വിറയലുണ്ടായി. സ്ത്രീ സഹജമായ ഒരു അസ്വസ്ഥത അവളിൽ ഉടലെടുക്കാൻ തുടങ്ങി. ഈ വീടിനുള്ളിൽ തങ്ങൾ തനിച്ചല്ലല്ലോ എന്ന തിരിച്ചറിവ് മാത്രമായിരുന്നു അവൾക്ക് ധൈര്യം പകർന്നത്. ഈ ഡ്രസ്സ് കൊള്ളാലോ, അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പതറി. ബാത്റൂമിൽ പോകുന്നതിനാൽ ചുരിദാറിൻ്റെ മുകളിലുണ്ടായിരുന്ന ഷോൾ അവൾ അഴിച്ചു മാറ്റിയിട്ടിരുന്നു. ഇറുകിപ്പിടിച്ച ചുരിദാറിലൂടെ തൻ്റെ ദേഹത്തേക്കാണ് അവൻ്റെ നോട്ടമെന്ന് കണ്ടതും ബെഡിൽ അഴിച്ചിട്ടിരുന്ന ഷോൾ വലിച്ചെടുത്ത് അവൾ ദേഹത്തേക്കിട്ടു. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവന് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും അത് ചെയ്യാതെ അവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവൾക്കടുത്തേക്ക് നടന്നു. എന്താ? ഇതുവരെ കാണാത്ത തരത്തിലുള്ള അവൻ്റെ നോട്ടവും പെരുമാറ്റവും കണ്ട് അസ്വസ്ഥതയോടെ അവൾ ചോദിച്ചു. അവനാകട്ടെ
ഇത്രയും നാളും അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിച്ചു മാറ്റാൻ ഒരുങ്ങുകയായിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തഴുകിയതും അവൾ ആ കൈകൾ തട്ടിത്തെറിപ്പിച്ചു. സമാധാനത്തിൻ്റെ വഴിയിലൂടെ അവൾ ഒരിക്കലും തനിക്ക് കീഴ്പ്പെടില്ല എന്ന് അവന് ബോധ്യമായി. ഇനി ബലപ്രയോഗം തന്നെ. നീ ഇതൊക്കെ എന്തിനാണ് മറച്ചിരിക്കുന്നത്? ഇതൊക്കെ കാണാനും ആസ്വദിക്കാനുമുള്ളതല്ലേ? പറഞ്ഞുകൊണ്ട് അവൻ ആ ഷോള് പിടിച്ചു വലിച്ചതും അവൾ വെറുപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പോകണം പറഞ്ഞുകൊണ്ട് അവൾ വാതിലിനടുത്തേക്ക് നടന്നതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് അരികിലേക്ക് അടുപ്പിച്ചിരുന്നു. ശരീരം തളർന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പേടികൊണ്ട് അവൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് പേടിയാകുന്നു. അവൻ തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവൾ അത് പറഞ്ഞത്. പുറത്ത് അവൻ്റെ അമ്മ ഉള്ളതിനാൽ തന്നെ കൂടുതലായും അവനൊന്നും ചെയ്യില്ല എന്ന ധൈര്യമുണ്ടായിരുന്നു അവൾക്ക്. എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ശക്തിയായി അമർന്നതും അവൾ കുതറിക്കൊണ്ട് അവനെ തള്ളിമാറ്റി. എന്നെ പോകാൻ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടും. നിങ്ങളുടെ അമ്മ എല്ലാം അറിയും, അവൾ കരച്ചിലോടെ പറഞ്ഞു. നീ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. പുറത്ത് കണ്ട അവർ എൻ്റെ അമ്മയൊന്നുമല്ല. അവരിപ്പോൾ വീടെത്തി കാണും. അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. തൻ്റെ അമ്മയുടെ വാക്കുകളുടെ അർത്ഥം അവൾക്കപ്പോഴാണ് പൂർണ്ണമായും ബോധ്യമായത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നതുപോലെ മനുഷ്യൻ്റെ പുറമേയുള്ള സ്വഭാവം കണ്ട് ആരെയും വിലയിരുത്താൻ കഴിയില്ല. എൻ്റെ അടുത്തേക്ക് വന്നാൽ കൊന്നുകളയും ഞാൻ. കയ്യിൽ കിട്ടിയ ജഗ് എടുത്ത് ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ ഒറ്റത്തട്ടിന് അത് തെറിപ്പിക്കുന്നതിനൊപ്പം അവളെ 2 കൈ കൊണ്ട് വലിച്ചെടുത്ത് ബെഡിലേക്കിട്ടിരുന്നു. ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയവളുടെ വാ പൊത്തിപ്പിടിക്കാനും അവൻ അധികം പ്രയാസം നേരിട്ടില്ല. കരുത്തനായ അവന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിമിഷനേരം കൊണ്ട് അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് അവൻ വലിച്ചു കീറി. പിളർന്ന് ദൂരേക്കെറിഞ്ഞ തൻ്റെ ടോപ്പ് കണ്ടപ്പോഴാണ് താൻ പകുതി നഗ്നയായി എന്ന് അവൾ തിരിച്ചറിഞ്ഞത്. പൊടുന്നനെ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവൻ്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. വയറ് പൊത്തിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞതും അവൾ കൈകളാൽ തൻ്റെ ദേഹം മറച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡോറ് തുറന്ന് വിശാലമായ ഹാളിനുള്ളിലേക്ക് ഓടിയിറങ്ങുമ്പോഴാണ് സ്പെയർ കീ ഉപയോഗിച്ച് ആരോ ഡോർ തുറക്കുന്നത് അവൾ മനസ്സിലാക്കിയത്. പെട്ടെന്ന് സോഫയുടെ പുറത്ത് വിരിച്ചിരുന്ന വിരി വലിച്ചെടുത്ത് അവൾ ദേഹം മറച്ചു. അപ്പോഴേക്കും ഗോകുൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. അവളാകട്ടെ വറച്ചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീണ അവസ്ഥയിൽ നിൽക്കുകയാണ്. വന്നത് ശത്രുവാണോ മിത്രമാണോ എന്നുപോലും അറിയില്ല. അന്ന് ശ്രീമംഗലത്ത് വെച്ച് ഒരു നിഴൽ പോലെ കണ്ടത് ഓർമ്മയുണ്ട്. ഇനി എത്ര നല്ലവനാണ് എങ്കിലും ഒരു പുരുഷനായതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അവളിലുണ്ടായി. അതേസമയം വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ ആ കാഴ്ചയിൽ ഞെട്ടിനിന്നു. പ്രജിലിൻ്റെ സ്വഭാവം വ്യക്തമായി അറിയാവുന്നതിനാലും ഈ പെൺകുട്ടിയെ അന്ന് ശ്രീമംഗലത്ത് വെച്ച് കണ്ടതിനാലും അവൻ അറപ്പാണ് തോന്നിയത്. തല കുടഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ചതും അവൻ പ്രജിലിനെ പോലെയല്ല എന്ന് അവൾക്ക് ബോധ്യം വന്നു. എങ്കിലും ഒരു പുരുഷന് മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ വേദനയോടെ അവൾ ഉറക്കെ കരഞ്ഞതും അവളുടെ കരച്ചിൽ കേട്ട് അവൻ ഞെട്ടിപ്പോയി. എന്തിനാ മോങ്ങുന്നേ? ഞാൻ കയറി വന്നതുകൊണ്ടാണോ? അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കാതെ വേറെങ്ങോ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അയാൾ എനിക്കൊരു വസ്ത്രം തരാമോ? ഭൂമിയോളം താഴും പോലെയായിരുന്നു അവളുടെ ചോദ്യം. വാതിൽ തുറക്കടി മോളെ. അത്രയും നേരം വാതിൽ തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രജിൽ വാതിൽ ശക്തിയായി അടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതപ്പോഴാണ്. അത് കേട്ടപ്പോൾ അവിടെ നടന്നത് ഏകദേശം ഊഹിച്ചെടുത്തുകൊണ്ട് ഗോകുൽ തൻ്റെ ഷർട്ടഴിച്ച് അവൾക്ക് നേരെ നീട്ടി. കൃത്യമായി ഇവനെപ്പോലെ ഉള്ളവന്മാരുടെ കയ്യിൽ തന്നെ ചെന്ന് പെട്ടോണം. ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊന്നും നീ അറിയാറില്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ മുഖം താഴ്ത്തി. ഇതുപോലെ ഒരിടത്ത് ഒരു പുരുഷൻ്റെ ഒപ്പം വന്നുപെട്ടത് അവളുടെ എടുത്തുചാട്ടം മൂലം തന്നെയാണ് എന്ന് തോന്നിയതിനാലാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, അമ്മയെ കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ അത്രത്തോളം സങ്കടത്തോടെ പറഞ്ഞു. വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങിയിട്ടും അവളുടെ ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി കൂടുതലൊന്നും പറയാൻ അവന് തോന്നിയതുമില്ല. അപ്പോഴാണ് അവൻ അവളുടെ മുഖം വ്യക്തമായി കാണുന്നത്. അവൻ്റെ തല്ലുകൊണ്ട് 2 കവിളും വീർത്തിരിപ്പുണ്ട്. കരഞ്ഞ് കണ്ണുകൾ രണ്ടും കലങ്ങിയിരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് ആക്കിത്തരാം, അവൻ ഇവിടെ കിടക്കട്ടെ.
അവൻ പറഞ്ഞപ്പോൾ അവൾ വിലങ്ങനെ തലയാട്ടി. ഈ വേഷത്തിൽ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. നിന്നെ ഇവിടെയാക്കി ഞാൻ പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തു ചെയ്യും? അതുമാത്രമല്ല, എനിക്ക് ഷർട്ടിടാതെ പോകാനും പറ്റില്ല. വസ്ത്രങ്ങളൊക്കെ അവൻ കിടക്കുന്ന മുറിക്കകത്താണ്. അവനതു പറഞ്ഞപ്പോൾ അവളും നിശബ്ദയായി. പെട്ടെന്ന് അവൻ എന്തോ ഓർത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ആരുടെയോ നമ്പറിൽ വിളിക്കുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ നേരത്തെ അമ്മയാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ സ്ത്രീ പരിഭ്രമത്തോടെ അകത്തേക്ക് വരുന്നത് കണ്ട് അവൾ ഞെട്ടി. ഇവരാ എന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടു പോയത്, അമ്മയാണെന്ന് പറഞ്ഞു. അവളുടെ വെളിപ്പെടുത്തലിൽ നടുങ്ങിയ അവൻ അവജ്ഞയോടെ ആ സ്ത്രീയെ നോക്കി. ശേഷം അവർ കൊണ്ടുവന്ന ചുരിദാർ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. പോയി മാറിയിട്ട് വാ, വേഗത്തിൽ വേണം. അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ ശരവേഗത്തിൽ അപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി. അവൾ പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൻ ആ സ്ത്രീക്ക് നേരെ തിരിഞ്ഞത്. രജനി എന്നാണ് അവരുടെ പേര്. വർഷങ്ങളായി ഇവിടുത്തെ ജോലിക്കാരിയാണ്. സ്വന്തം മോളെപ്പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത സ്ത്രീയാണ് നിങ്ങളെന്നറിയാം. എങ്കിലും ഇതുപോലെ ഒരു പോക്രിത്തരം കാണിച്ചതിന് ശിക്ഷയായി ഇനി മുതൽ ഈ ജോലിക്ക് നിങ്ങൾ വരണ്ട. ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. അവൻ്റെ വാക്കുകൾ കേട്ട് അവർ ഞെട്ടിപ്പോയി. ഇവിടുത്തെ ജോലി പോവുകയാണ് എങ്കിൽ കുടുംബം പട്ടിണിയാകും. അതുമാത്രമല്ല, പ്രജിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അവരുടെ കണ്ണുകൾ പേടികൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞു. അപ്പോഴേക്കും ഒരു ലൂസ് ചുരിദാറും ധരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി വന്നിരുന്നു. അവൻ്റെ ഷർട്ട് അവൾ നീട്ടിയതും അവനത് വാങ്ങി ധരിച്ചു. ഡോർ പൂട്ടിക്കൊണ്ട് പോകാമെന്ന ഉദ്ദേശത്തിൽ അവൻ താക്കോല് പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന നേരമാണ് മുൻവശത്ത് ഒരു സംസാരം കേട്ടത്. ഇവിടെ പെണ്ണുങ്ങൾ വരുന്നത് സ്ഥിരമാണെന്നേ. വലിയ മുതലാളിമാരായാൽ എന്തുമാകാമെന്നാണല്ലോ അവരിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായി കേട്ടില്ല എങ്കിലും ഗോകുൽ സംശയമൊന്നുമില്ലാതെ മുന്നോട്ട് ചെന്നു. എന്താ? അവൻ്റെ മുഖത്തെ കൂസലില്ലായ്മ കണ്ടപ്പോൾ വന്നവർക്ക് ദേഷ്യമാണ് വന്നത്. ഇവിടെ നിന്നൊരു പെൺകൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിരുന്നു. കുറച്ചപ്പുറം താമസിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. ദാ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നിട്ടുണ്ട്. അത് കേട്ടതും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് അവന് മനസ്സിലായില്ല. മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് തൻ്റെ സഹോദരൻ അത്രയും വലിയ ചെറ്റത്തരമാണ് കാണിച്ചത്. എന്നാൽ അത് വിളിച്ചു പറഞ്ഞാൽ ഈ പെൺകുട്ടി കൂടി നാണം കെടില്ലേ? അതുകൊണ്ട് അവൻ മൗനം പാലിച്ചു. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പഞ്ചായത്ത് മെമ്പർ എന്നു പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾ മുന്നോട്ട് വന്ന് സംസാരിച്ചതും അത്രയും നേരം മിണ്ടാതിരുന്ന ഗിരിജ മുൻപോട്ട് വന്നു. ഈ പെണ്ണിനെയും കൊണ്ട് ഈ സാറാ വന്നത്. പിറകെ വന്ന ഈ സാറിൻ്റെ അനുജനെ അകത്ത് പൂട്ടിയിരിക്കുകയാണ്. ഞാനിവിടെ ചോറും കറിയും വെക്കാൻ വരുന്നതാ. എനിക്കിതിലൊന്നും പങ്കില്ല. സത്യം തുറന്നു പറഞ്ഞാൽ തൻ്റെ ജോലി പോവുകയും ചെയ്യും. താനൊരു മോശക്കാരിയാണ് എന്ന പേര് വരികയും ചെയ്യും. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊരു മോശം പോലും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല. പ്രജിലിൻ്റെ പ്രലോഭനത്തിൽ ആദ്യം വീണുപോയതിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തതാണ് എന്ന് വെച്ച് അതൊന്നും പരസ്യമാക്കിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ മാനവും ജോലിയും സംരക്ഷിക്കാനുള്ള മാർഗം അവർ നോക്കി. അവരുടെ വെളിപ്പെടുത്തലിൽ ഗോകുൽ സ്തംഭനായി നിൽക്കുകയാണ് ചെയ്തത് എങ്കിൽ പുറകിൽ നിന്ന് ഗൗരി ആകെ തകർന്നതുപോലെ നിൽക്കുകയായിരുന്നു. കാശിനു വേണ്ടി ശരീരം വിൽക്കുന്ന ഒരുവളായി തന്നെ എല്ലാവരും കണ്ടു എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നിൽ നിൽക്കുന്ന ആരൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട്. അകത്ത് ആ പയ്യനുണ്ടോ എന്ന് നോക്ക്. ആരോ പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി രജനി വാതിൽക്കലെ കൂടി. അവർ പോയത് എന്തിനാണ് എന്ന് ഗോകുലിന് മനസ്സിലാവുകയും ചെയ്തു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രജിൽ യാതൊരു കൂസലുമില്ലാതെ തൻ്റെ സഹോദരനെതിരെ പറഞ്ഞു. ഇതുവരെയും അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവൻ സ്വന്തം നിലനിൽപ്പിന് മാത്രമാണ് നോക്കിയത്. ഒരു മണിക്കൂറിനകം ഒരു കാറ് വന്ന് നിൽക്കുകയും അതിൽ നിന്ന് രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നും വൈകുന്നേരം ദേവികയെ ഫിനാൻസിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാറുള്ളത് ഗോകുലായിരുന്നു. ഇന്നവൻ വരാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ അവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു. പലതവണ റിങ് പോയിട്ടും അവൻ കോൾ എടുക്കാതായപ്പോൾ അവൾ ഫിനാൻസ് അടച്ച് താക്കോലുമായി പുറത്തേക്ക് ഇറങ്ങി. ആ നേരമാണ് പുറത്ത് റോഡിൽ ബൈക്കിൻ്റെ അരികിൽ നിൽക്കുന്നവനെ അവൾ കാണുന്നത്. തന്നെ തീരെ നോക്കാത്തതുപോലെയാണ് നിൽക്കുന്നത് എങ്കിലും അവൻ്റെ മുഴുവൻ ശ്രദ്ധയും തന്നിലാണ് എന്ന് അവൾക്ക് തോന്നി. തൊട്ടപ്പുറത്ത് കാണുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിക്കാനാണ് അവൾ ഇറങ്ങിയത്. അവൻ്റെ അരികിലൂടെ നടന്നു നീങ്ങും നേരം അവളുടെ ഹൃദയം ഉച്ചത്തിലിടിച്ചു.